അടുത്തതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ സിറ്റ് ഔട്ടിലുണ്ട്. സിറ്റ് ഔട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ ഉണ്ടാവും. സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ വാളിൻ്റെ ആവശ്യമില്ല, അവിടെ പില്ലറാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ വാൾ ടോപ്പ് ഇട്ടു, ലെവൽ 1 എടുത്തു. നമുക്ക് ഇത് ഒറ്റ ഉണ്ടാവും, ഇത് ഒറ്റ സെലക്ഷനാണ്. നമുക്ക് സെപ്പറേറ്റ് ആക്കി ഇവിടുന്ന് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആക്കണം. അതിനെന്ത് ചെയ്യാം, നമുക്കറിയാം സ്പ്ലിറ്റ് എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, അങ്ങനെ മൗസിനോട് വെച്ചിട്ടുണ്ടോ ഇവിടെ അങ്ങനെ കറക്റ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് ഇവിടെ കൊണ്ടു വെച്ചിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആക്കി. ഇനി എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഹൈറ്റ് മാറ്റണം. അപ്പോൾ മൊത്തം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ അടിവശത്ത് ഹൈറ്റ് ഒന്ന് കുറച്ചെടുത്താൽ മതി. അതിനെന്ത് ചെയ്യണം, പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്യണം. ലെവൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക, ഈസ്റ്റ് നോർത്ത് ഏതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആർക്കിടെക്ചറിൽ ഉണ്ടാവും, ലെവലിന് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡബിൾ എൽ അടിക്കുക. നേരെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പുതിയ ലെവൽ 3 ആണ് പുതിയ ഒന്നുണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, സൈസ് മാറ്റി കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 210 210 ഇട്ട് കൊടുക്കുക. ഇനി 3 എടുത്ത് നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, വാൾ സെലക്ട് ചെയ്തു, ഈ ഒരു വാൾ സെലക്ട് ചെയ്തു, ഈ വാൾ സെലക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുക, ഇതുണ്ടാവും പ്രോപ്പർട്ടീസിൽ ബേസ് ഉണ്ടാവും, ടോപ്പ് ഉണ്ടാവും. ബേസ് ലെവൽ 1 ഉണ്ട്, ടോപ്പ് ലെവൽ 2 എടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ബേസിന് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെവൽ 3 പുതിയ ഉണ്ടാക്കിയ ലെവലിലേക്ക് മാറ്റുക. കണ്ടോ, അത്രയും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തൊരു ബീം പോലെ ആവുകയും ചെയ്തു, പിന്നെ നമുക്ക് എന്ത് ചെയ്യും, വാൾ ഒഴിവാകുകയും ചെയ്തു. അപ്പോൾ സിറ്റ് ഔട്ട് റെഡിയാക്കാൻ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് പില്ലർ ഇട്ട് കൊടുക്കണം. പില്ലർ ലെവൽ 1 എടുത്ത് നോക്കുക. ഉണ്ടോ, ലെവൽ 1 നമുക്ക് പില്ലർ കൊടുക്കാൻ കഴിയില്ല, ഇവിടെ വാൾ കാണാനില്ല. അപ്പോൾ ലെവൽ 1 അപേക്ഷിച്ച് അവിടെ വാളില്ല, അതുകൊണ്ടാണ് വാൾ കാണാത്തത്. അപ്പോൾ നമുക്കത് ലെവൽ 2 എന്ത് എടുക്കുക, എന്നിട്ട് പിന്നെ ലെവൽ മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഈ കോളത്തിൻ്റെ ആരോമാർമ ക്ലിക്ക് ചെയ്തിട്ട് കോളം ആർക്കിടെക്ചർ എടുക്കുക. വേറെ മോഡൽ കിട്ടിയ ലോഡ് ഫാമിലി വരിക, നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് നോക്കുക, ഓട്ടോഡെസ്കിൽ RVT 2016 ലൈബ്രറീസ് ഇന്ത്യ, അതിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കോളംസ് ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ഒരു കോളം സെലക്ട് ചെയ്തു, ഓപ്പൺ ഇട്ട് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യുക, ആ കോളം ഇവിടെ ഇട്ട് കൊടുക്കുക. നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്തെടുത്തു. ഇനി 3 എടുത്ത് നോക്കുക. 3 എടുത്തിട്ട് എന്ത് ചെയ്യുക, സൈസ് മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്യുക. 8 ടൈപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ ഡയമീറ്ററിന് ഓപ്ഷൻ ഉണ്ടാവും, ആ ഡയമീറ്റർ അത് മാറ്റി കൊടുക്കുക. ഇപ്പോൾ 25 24 ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. ഇനി ലെവൽ മാറ്റാൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, 2 ഇതും സെലക്ട് ചെയ്തിട്ട് 2 പില്ലർ സെലക്ട് ചെയ്യുക. ഉണ്ടോ, ബേസ് അത് ലെവൽ 1 ആക്കി മാറ്റുക. ടോപ്പ് അത് ലെവൽ 3 ആക്കി മാറ്റുക, അതായത് ഇത് ലെവൽ. പിന്നെ ടോപ്പ് ഓഫ്സെറ്റ് ഉണ്ട്, ലെവലിൻ്റെ അടിയിൽ ടോപ്പ് ലെവലിൻ്റെ അടിയിൽ ടോപ്പ് ഓഫ്സെറ്റ് ഉണ്ട്. അതായത് ടോപ്പ് ലെവലിന് വീണ്ടും ഉയരണോ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉയരണ്ടെങ്കിൽ അത്ര വാല്യൂ ഇട്ട് കൊടുക്കുക. ഉയരേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നേരെ നമുക്ക് അതേ ലെവലിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പില്ലർ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതാണ്, നമുക്ക് മെയിൻ സ്ലാബ് ഇട്ട് കൊടുക്കണം. മെയിൻ സ്ലാബ് ഇട്ട് കൊടുക്കാൻ ലെവൽ 2 മെയിൻ സ്ലാബ് ഉണ്ടാവുക, അപ്പോൾ ലെവൽ 2 എടുക്കുക. ലെവൽ 2 എടുത്തതിന് ശേഷം സ്ലാബ് ഉണ്ടാവും, മുകളിൽ ഉണ്ടാവും റൂഫ് ആ റൂഫുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അത് മുകളിൽ ഫ്ലാറ്റാണ് വേണ്ടത്, അതുകൊണ്ട് ഡിഫൈൻ സ്ലോപ്പ് ഉണ്ടാവും, ഓഫ് ചെയ്യുക. ഫ്ലാറ്റ് മതി, ഡിഫൈൻ ഓഫ് ചെയ്യുക. നമുക്കറിയാം ലൈനോ റെക്റ്റാങ്കിൾ ഇത് ഏതിട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഏറ്റവും സുഖം പിക്ക് ലൈൻ എടുക്കുക. അതിൻ്റെ പ്രൊജക്ഷൻ ഓഫ്സെറ്റ് പ്രൊജക്ഷൻ, പുറത്തേക്ക് പ്രൊജക്ഷൻ വേണോ വേണ്ടത്. ഫ്ലാറ്റാണ് നമ്മൾ 15 to 30 ഇട്ട് കൊടുക്കുക, അപ്പോൾ 30 ഇട്ട് കൊടുത്തു. ഇനി നേരെ എന്ത് ചെയ്യുക, നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, നമ്മൾ നേരത്തെ പ്രിൻറ്റ് ചെയ്ത പോലെ ഇതേപോലെ തന്നെ, യാതൊരു വ്യത്യാസമില്ല. ഇനി ട്രിം എടുത്തിട്ട് നമുക്ക് ലെവലാക്കി ഇട്ട് കൊടുക്കുക. ഉണ്ടോ, നേരെ അങ്ങനെ ലെവലാക്കി ഇട്ട് കൊടുക്കുക. എല്ലാം റെഡിയാണ്, ഫിനിഷ് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ഈ 3 എടുത്ത് നോക്കുക. ഉണ്ടോ, ഫിനിഷായി മാറി. ഇതിന് തിക്നെസ് കൂടുതലാണെങ്കിൽ സെലക്ട് ചെയ്യുക, 8 ടൈപ്പിൽ വരിക. നമുക്ക് എഡിറ്റുകൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ 10 ആക്കി ഇട്ട് കൊടുക്കുക. നേരെ ഓക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലാബായി മാറി. ഓക്കെ.